Make not my father's house an house of merchandise. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഓശാന ഞായർ കഴിഞ്ഞിട്ടുള്ള തിങ്കളാഴ്ച കർത്താവ് ദേവാലയം ശുദ്ധീകരിച്ചിട്ടുണ്ടാകാനാണ് സാധ്യത. ശുദ്ധീകരണ വേളയിൽ ഈശോ ചെയ്യുന്ന കാര്യങ്ങൾ വളരെയധികം നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. ദേഷ്യത്തിലാണ്, വൈകാരികമായിട്ടാണ് ഈശോ സംസാരിക്കുക. കാരണം ദേവാലയം, വിശുദ്ധമായ ഇടം കച്ചവട സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ്. പക്ഷേ ഈശോ അവിടെ ഇരുന്ന നാണയമാറ്റക്കാരുടെ മേശകൾ തട്ടിക്കളയുന്നു. അതുപോലെ തന്നെ പ്രാവ് വിൽപ്പനക്കാരുടെ ഇരിപ്പിടങ്ങൾ മറിച്ചിടുന്നു. അവരോട് പറയുകയാണ്, ഈ പ്രാവുകളെ ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ടുപോകുകയും. ദേവാലയ ശുദ്ധീകരണ വേളയിൽ കർത്താവ് വളരെ വൈകാരികമായിട്ടാണ് പ്രതികരിക്കുന്നതെങ്കിലും അദ്ദേഹം മിതത്വവും പക്വതയും അതുപോലെ തന്നെ വിവേകവും കാണിക്കുന്നുണ്ട്. അദ്ദേഹം മറിച്ചിട്ട പാത്രങ്ങളും തട്ടിമറിച്ചിട്ട മേശകളുമെല്ലാം പിന്നെയും എടുത്ത് നിവർത്തി വയ്ക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നാണയങ്ങളെല്ലാം പെറുക്കി തിരികെ ശേഖരിക്കാവുന്നതാണ്. പ്രാവുകളെ പറത്തിവിടുന്നില്ല, അവയെ എടുത്തുകൊണ്ടു പോകുവിനെന്നാണ് പറയുക. വൈകാരികമായ പ്രതികരണത്തിനിടയിലും ആരെയും മുറിവേൽപ്പിക്കാതിരിക്കാൻ, ആർക്കും നഷ്ടമുണ്ടാകാതിരിക്കാനായിട്ട് കർത്താവ് പ്രത്യേകം പരിശ്രമിക്കുന്നുണ്ട്. ഈ ഒരു വിവേകം നമുക്ക് ആവശ്യമാണ്. പലപ്പോഴും പല ശുദ്ധീകരണ പ്രക്രിയകളിലേക്കും നമ്മൾ പോകേണ്ടതായിട്ട് വരും. നമ്മുടെ ദേവാലയങ്ങൾ, നമ്മുടെ ഹൃദയങ്ങൾ, നമ്മുടെ കുടുംബം, നമ്മളുമായി വ്യക്തിപരമായിട്ട് അടുപ്പമുള്ളവരുമായിട്ടുള്ള നമ്മുടെ സ്നേഹബന്ധങ്ങൾ, ഇതിലെല്ലാം ചിലപ്പോൾ ശുദ്ധീകരണം ആവശ്യമായിട്ട് വരും. അപ്പോഴൊന്നും ഒരിക്കലും മുറിപ്പെടുത്താതെ, ആരെയും വേദനിപ്പിക്കാതെ, ആർക്കും നഷ്ടമുണ്ടാക്കാതെ, വിവേകത്തോടെ പക്വതയോടെ ചെയ്യാനായിട്ട് ദൈവം നമ്മളെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. നോമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ശുദ്ധീകരണ പ്രക്രിയ, നമ്മുടെ ഹൃദയത്തിൻ്റെയും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൻ്റെയും ശുദ്ധീകരണ പ്രക്രിയ ഏറ്റവും മനോഹരമായിട്ട്, ആത്മീയമായിട്ട് ചെയ്യാനായിട്ട് കർത്താവ് നമ്മളോട് പ്രത്യേകം ആവശ്യപ്പെടുന്നു. ആ കൃപയ്ക്ക് വേണ്ടി ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോമിശിഹായെ ഞങ്ങളങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു.